ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. അപ്പം അതുപോലെ ഞാൻ എൻ്റെ ഫിഷിനൊക്കെ ഒന്ന് ഫുഡ് ഇടാൻ നോക്കിയതാണ്. എൻ്റെ ഇതിൽ ഒരു 3 തരത്തിലുള്ള ഗപ്പീസ് ഉണ്ട്. അതായത് കുറച്ച് വലുത്, പിന്നെ ഒന്ന് ചെറുത്, പിന്നെ ഏറ്റവും തീരെ ചെറുത്. അപ്പോൾ അത് 3നും 3 തരത്തിലുള്ള ഫുഡ് തന്നെയാണ് ഇടണം. ചിലതൊന്ന് പൗഡർ പോലെ ആയിരിക്കും, ചിലത് ചെറിയ ചെറിയ ഗ്രാനുൾസ് ആയിരിക്കും, ഇന്നും കുറച്ചൊന്ന് വലുത്, അങ്ങനെ ഇടണം. അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നപ്പോഴുണ്ട് എൻ്റെ തൊട്ടിക്കകത്ത് നിറയെ അങ്ങപ്പുറത്തെ വീട്ടിലെ മരങ്ങളുടെ ഈ ഇലകളില്ലേ, അതത്രയും ഇവിടെ തന്നെയാണ്. സോ അതൊരു വലിയ പണിയാണ്. രാവിലെയും വൈകുന്നേരവും ഇതിന് ഉള്ളിലുള്ള ചവറൊക്കെ വാരണം, അല്ലെങ്കിൽ അങ്ങ് ഉള്ളിൽ പോയി അത് തീരെ അങ്ങ് വാടി സ്മെല്ല് വയ്ക്കാൻ തുടങ്ങും. അപ്പോൾ പിന്നെ അത് ക്ലീൻ ചെയ്തു. പിന്നെ നേരെ ആ തൊട്ടി, നമ്മളെ കുളം ഉണ്ടല്ലോ, കുളത്തിൽ കുറേ കോഴിക്കോർപ്പും ഗോൾഡ് ഫിഷൊക്കെ ഉണ്ട്. അത് പുറത്തൊന്നും കാണാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് വെള്ളം അങ്ങ് ഗ്രീൻ കളറിൽ കിടക്കുകയാണ്. ക്ലീൻ ചെയ്തിട്ട് 2-3 മാസമായി. ചേട്ടനും ഇവിടെ എന്നെ കൊണ്ട് മാത്രം പറ്റില്ല, ആരുടെയെങ്കിലും സഹായം വേണം. പിന്നെ അവിടെയും കുറേ ഇട്ടിട്ട് പിന്നെ പ്രകൃതി ഭംഗിയൊക്കെ നോക്കി, സ്വയം ഭംഗിയും നോക്കി. നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ മഴയില്ല, ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഒരു 1 വീക്കായിട്ട് മഴയില്ല. നല്ല കാറ്റ്. പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ശരിക്കും വെയിൽ വരും. പിന്നെ പുറത്ത് നിൽക്കാൻ പറ്റില്ല, അത്ര വെയിലായിരിക്കും. അങ്ങനെ രാവിലെ കിളികളോടും പൂക്കളോടൊക്കെ ഒരു കൊച്ചു വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നും വന്നപ്പോൾ അതുപോലെ ഇവിടുത്തെ ഒരു ആകാശം നോക്കാറുണ്ട്. അതുപോലെ ഇന്നും നോക്കി. അതെന്തോ എനിക്കത് പറയാനറിയില്ല, അത് അത്ര ഭംഗിയാണ് കേട്ടോ. അത് എന്തോ നമ്മളോട് എന്തോ സംസാരിക്കും പോലെ, ഇന്നത്തെ ദിവസം നല്ലതാണ് എന്ന് പറയും പോലെ തോന്നും. കിച്ചണിൽ ചോറിനെ കുക്കറിലാക്കിയിട്ടാണ് ഞാൻ വന്നത്. പിന്നെ അതിനിടയ്ക്ക് പോയി ചായ ഇട്ടു. ചായ കുടിക്കാൻ കുറച്ച് പുറത്ത് തന്നെ വന്നു. ഇവിടെ വന്നിരുന്ന ഒത്തിരി കിളികളുടെ സൗണ്ട് കേൾക്കാം രാവിലെ. അങ്ങനെ ആ ഇളം കാറ്റിൽ അങ്ങനെ ഇരുന്ന് ചായ കുടിച്ചിട്ട് വിഷ്ണുമായെ എഴുന്നേൽപ്പിക്കാൻ പോയി. പിന്നെ അവളടുത്ത് പോയി കുറച്ച് നേരം കൊഞ്ചി. വൈകുന്നേരം മോള് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് കുക്ക് ചെയ്യാം, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് ഞാൻ അവളെ എഴുന്നേൽപ്പിക്കുന്നത്. അങ്ങനെ വല്ല വിധേനെ എണീറ്റ് വന്നു. പിന്നെ അവൾക്കുള്ള ബ്രഷും പേസ്റ്റും ഒക്കെ എടുത്ത് കൊടുത്തിട്ട് ഞാൻ അവർക്കുള്ള ചായ ഇടാൻ പോയി, പിള്ളേർക്കുള്ള. ഇവളെന്നും ഇങ്ങനെ അല്ല, കുറച്ച് ലേറ്റായി ഉറങ്ങുകയാണെങ്കിൽ പിന്നെ ഇങ്ങനെയാണ് പണി. അത് എല്ലാ കുട്ടികളും അങ്ങനെ അല്ലേ. ഇവർക്കൊക്കെ ഒരു 9 മണിക്ക് കിടന്ന് ഉറങ്ങാൻ പറഞ്ഞാൽ അത് കേൾക്കില്ല. പിന്നെ അവരുടെ ചായ റെഡിയാക്കി. ഇന്ന് അവർക്കും പാൽ ചായ കൊടുത്തില്ല ഞാൻ. അവർക്ക് കുറച്ച് അലർജിയുടെ ഇതൊക്കെ ഉള്ളത് കാരണം പാൽ കൊടുത്തില്ല. ഞാൻ കുടിക്കുന്ന അതേ ഡ്രിങ്ക് തന്നെയാണ് അവർക്കും കൊടുത്തു, കരിപ്പട്ടി കാഫി. ஆனா இந்த இடத்துல அந்த படத்துல விஷம் வச்சு அவனை கொண்டுட்டான். ഇവന് രാവിലെ എന്തോ പറ്റി, 7ാം അറിവില്ല, സൂര്യ ആവാൻ നോക്കിയതാണ് അവൻ. ഇതിനിടയിൽ എനിക്ക് ചോറായി, കോവയ്ക്ക മെഴുക്ക് പുരട്ടിയായി, മോർക്കുഴമ്പായി. പിന്നെ അവൾക്കൊരു മുട്ട ഓംലെറ്റും കൂടി ഇട്ട് കൊടുത്തു. അവൾക്ക് ഇത്രയും മതിയാവും. എന്തൊക്കെ തന്നെ കറികളുണ്ടെങ്കിലും അവൾക്ക് കേട് മാത്രം മതി. മോർക്കുഴമ്പ് കൂടെ അവൾക്ക് അത്ര താല്പര്യമില്ല. എങ്കിലും ഞാൻ അതിൽ മോർക്കുഴമ്പ് കുറച്ചൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ രാവിലെ ദോശയാണ്. അപ്പം ദോശയ്ക്ക് അവർക്ക് ഇഷ്ടം തേങ്ങാ ചമ്മന്തിയേക്കാളും ഉള്ളിയും തക്കാളിയും കൂടെയുള്ള ചമ്മന്തിയാണ് ഭയങ്കര ഇഷ്ടം. എപ്പോഴും ചോദിക്കും എനിക്ക് റെഡ് കളർ ചട്നി വേണമെന്ന് പറയും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറേ ഉള്ളിയൊക്കെ തൊലിച്ചു. ഉപ്പിട്. അര സ്പൂൺ നോക്കട്ടെ, കുറച്ചുകൂടെ ഇടാം. ആ മതി, ഇട് ഇട്. അതെ,
ഇത് കറക്റ്റ് ഉണ്ടടാ. ഇനി ഇതിൽ വെള്ളമൊക്കെ ചേരൂലേ, അപ്പോഴും ആ ഉപ്പൊക്കെ കറക്റ്റായിരിക്കും. ധനുവാണ് ദോശ ഇട്ടത്. ഇത് കരിഞ്ഞാ ദോശ? ഇളക്കി നോക്ക്. ഇല്ല, ഇത് പരിപ്പ് ദോശയാണ്, അത് കാരണം എൻ്റെ കളർ ഇങ്ങനെ ആയിരിക്കും, പ്യൂർ വൈറ്റ് ആയിരിക്കില്ല. ആഫ്രിക്കയാ? നീ നിന്റെ താടി എന്നടാ നീ മാറ്റും. அவங்களாம் சொல்லி போட்டுறாதீங்கம்மா, இப்போ கம்ப்ளைண்ட் ஏதாவது கொடுத்தாச்சுன்னா போய்டு, ஹீஸ் பீங் ரேசிஸ்ட் அப்படின்னு சொல்ல. ഈ ദോശ കറുത്ത ഉഴുന്ന്, പിന്നെ പയർ, പച്ചപ്പയർ, കുറച്ച് പച്ചരി, വെന്തയം, അതായത് ഉലുവ, ഇതൊക്കെ ചേർന്ന ഒരു ദോശയാണ്. അത് പ്യൂർ വൈറ്റ് കളറല്ല, ഇങ്ങനെ തന്നെ ഇരിക്കും ഈ കളറ്. നീ കുറച്ച് കരിച്ചു പോയി, അത് കാരണം അങ്ങനെ ഇരിക്കും. ശരി, രാവിലെ എനിക്ക് ധനു ഹെൽപ്പ് ചെയ്യൂടെ? അച്ഛയുടെ ഇല്ലെങ്കിൽ കുറച്ച് ദോശയൊക്കെ ചുട്ടുതരാനും ഉള്ളി തൊലിക്കാനും ഇല്ലേ ധനു? തേങ്ങ എന്ത് അല്ലെങ്കിൽ അടി കിട്ടുന്ന അന്ന് അങ്ങനെയുള്ള എക്സ്പ്രഷൻ കാണിക്കണേ? ഇല്ല, ഇത് ഞാൻ പண்றவங்களுக்கு புரியும். Being three times if I've been kidnapped. Kidnapped? ലവണല്ല. നീ കറക്റ്റാ കേൾക്കുന്ന പോലെ പറ. அதாவது இந்த இவங்களாம் இருப்பாங்களே, ஒரு இடத்துல அவங்களுக்கு பிடிக்காம ஒரு இடத்துல கூட்டு வந்து வச்சுட்டு இவ்வளோ பண்ணணும் அதை பண்ணணும்னு சொல்லி போஸ்ட் பண்ணுவாங்கல்ல. போஸ்ட் பண்ணும்போது அவங்க கொடுக்குற சிக்னல் இது. லைக் வந்து நான் வந்து கண்ணை அடிச்சு அந்த மோர்ஸ் கோடில் சொல்லுவாங்க. அப்போ பார்க்குறவங்களுக்கு தெரிய வரும் நான் இங்கே தான் இருக்கேன் அப்படின்னு தெரிய வரும். മനസ്സിലായി, யூ ஆர் இன் டேஞ்சரஸ் பிளேஸ். ஆமாம், காலையில் இருந்துச்சு, திஸ் இஸ் 15th minute of my early life in this day. you started. ஆமாம், இன்னும் தூக்கம் கூட ஒழுங்காக போகணும். கண்ணா பார்த்தீங்களா, ஏதோ தவசில் இருந்து ஏதோ ஞானம் அடைஞ்ச மாதிரி இருக்கும். இல்லாட்டி என் கண் அப்படி தான் இருக்கும், பட் இனி அது ரியலாகவே இருக்குது. ഓം നമ ശിവായ. നീ ഇതിൽ കൂടെ അറിയിക്കുകയാണല്ലേ ഞാൻ എന്നെ കുടുംബപ്പെടുത്തുകയാണെന്ന്? ഇല്ല ഇല്ല, നിങ്ങൾ அப்படியே என்ன ராஜா மாதிரி வச்சிருக்கீங்க. ഈ രാവിലെയുള്ള ജോലി ഇതൊരു കുറച്ച് അവള് മോള് പോണവരുള്ള ഹെൽപ്പ്, അത് കഴിഞ്ഞാൽ തന്നെ ഞാൻ എന്തിനെങ്കിലും വിളിക്കണടാ. പിന്നെ ഇതിനിടയിൽ ഞാൻ അവളെ കുളിപ്പിച്ച് അവൾക്ക് ഡ്രസ്സ് ചെയ്യിപ്പിച്ച് അവളെ ആഹാരം കൊടുത്ത്, അയ്യോ ആഹാരം കഴിക്കുന്ന കാര്യം പറയണ്ട, അവൾക്ക് ഒരു വായ ദോശ ഉള്ളിൽ പോകണമെങ്കിൽ ഞാനൊരു 10 times എണ്ണണം. 1 2 3 എണ്ണണ മുമ്പ് ഒന്ന് വേഗം കഴിക്കണമെന്ന് പറഞ്ഞ് ഒരു വിധേന അവളങ്ങ് റെഡിയായിതാ. സമയം 7:40 ആയിട്ടുണ്ട്. 7:45 to 7:50 വാൻ വരും. അപ്പോൾ അത് തൊട്ടടുത്ത് തന്നെയാണ്, അത് കാരണം കുഴപ്പമില്ല. ഇതായിരിക്കുന്ന സ്ലാബ് എന്തെന്നറിയോ, നമ്മളെ വീട്ടിൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടി നമ്മളൊരു വലിയ ഹോൾ എടുക്കില്ലേ, അപ്പോൾ അതിനെ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. പക്ഷേ ക്ലോസ് ചെയ്താൽ എങ്ങനെ വെള്ളം പോകുമെന്ന് പറഞ്ഞിട്ട് അത് ചെയ്തില്ല. പക്ഷേ ഇപ്പം അത് യൂസ് ചെയ്യാതെ അങ്ങനെ ഇരിക്കുകയാണ്. ആരെങ്കിലും എടുത്തുകൊണ്ട് പോയെങ്കിൽ കൊള്ളാമായിരുന്നു. അതുപോലെ ഫൗണ്ടെയിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഒരലാണ് ഇത് അടക്കുന്നത്, അതും അത് എക്സ്ട്രാ ആയിട്ട് അങ്ങനെ വെറുതെ കിടക്കുകയാണ്. വിഷ്ണുമായ സ്കൂളിൽ അങ്ങനെ പോയിരിക്കുകയാണ്. അവളെ സ്കൂളിൽ അയക്കുന്ന ഒരു നേരം വരെ ഉള്ള ഹറിബറി തന്നെയാണ്. അത് കഴിഞ്ഞാൽ അത് വലിയൊരു ജോലി തീർന്നു എന്ന് തന്നെ പറയാം. കണ്ണിൽ വെയിലടിച്ചപ്പോൾ നിങ്ങൾക്ക് ഈ തമിഴ് നടൻ ജനകരാജനെ അറിയാമോ? പഴയ അതുപോലെയാണ് ഞാനും കാണിക്കുന്നത്. രാവിലെ 7:45 ഉള്ളൂ, വെയിൽ കണ്ട. ഇനി മഴ ഇപ്പോഴൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. ധനു വന്നു, അവളെ കൊണ്ടുവിട്ടിട്ട് ധനു വന്നു. മിഷൻ പോസിബിൾ. ആരാണ്? ടോം ക്രൂസ്. അറിയാം, ബോളിവുഡ് ആക്ടറല്ലേ? ബോളിവുഡ് അല്ല, ഹോളിവുഡ്. പെട്ടെന്ന് അങ്ങ് ടങ് ട്വിസ്റ്റ് ആയിടേ.
I'm sun-kissed. നീ എന്തിനാ ഇങ്ങനെ നിൽക്കുന്ന ബോട്ട് പോലെ? தெரியலம்மா, நானும் தூக்கத்தை விட்டு ஒழுங்கா வரல நானு. சரி போய் தூங்கு. அம்மா இந்த பாட்டில் வர மாதிரி எந்த பாட்டு அது? சுட்டும் விழிச்சுடர் அந்த பாட்டில் கண் விழித்து சொப்பனம் கண்டேன் உன்னாலே உங்களா தான் சொன்னேன். ஆமா என்னாலயா? ஆமா தூங்கிட்டு இருக்கவனை எழுச்சி போட்டு தோணும். எல்லாரும் தூங்கிட்டு இருக்கும்போது தான் எந்திரிக்க வைக்க முடியும். മുഴിച്ചിരിക്കുന്നവങ്ങളെ എந்திരിக்க வைக்க முடியுமா? പിന്നെ ബെഡ്റൂമിൽ കുറച്ച് തുണികളൊക്കെ മടക്കി വയ്ക്കാൻ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അതായത് രാവിലെ ഡെയിലി ഇപ്പം മോള് സ്കൂളിൽ പോയതിന് ശേഷം തിരിച്ച് വന്ന് കിച്ചണിലായാലും ശരി ബെഡ്റൂമിലായാലും വന്ന് നോക്കിയാൽ ഈ ഉത്സവ പറമ്പിൽ നമ്മൾ ഉത്സവം തീർന്നതിന് ശേഷം പോയി നോക്കില്ലേ നമ്മൾ, ഇപ്പം എങ്ങനെ ഇരിക്കും അതുപോലെയാണ്. പണ്ട് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന സമയത്തും ഇങ്ങനെ തന്നെയാണ്. അത് ചേട്ടൻ പറയാറുണ്ട് എന്നോട്. ഞാൻ ഇങ്ങനെ ഇറങ്ങി റെഡിയാവുമ്പോൾ ചേട്ടൻ പറയും, ഇത് ആന മേഞ്ഞിട്ട് പോയ സ്ഥലം പോലെ ഉണ്ട്. കാരണം ഒരു സാരി എടുക്കും, അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതങ്ങ് മാറ്റി വയ്ക്കും, പിന്നെ അതിന് മാച്ചായിട്ട് വേറൊരു ബ്ലൗസ് എടുക്കും, ഇല്ല അത് ടൈറ്റായിരിക്കും ഒരു പക്ഷേ പിന്നെ അത് വേറൊരു ബ്ലൗസ് എടുക്കും. അങ്ങനെ എല്ലാം ഒരു മേളമായിരിക്കും. പിന്നെ എല്ലാം അതായത് തലേ ദിവസമേ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ആവാറുണ്ട്, പ്ലാൻ ഇല്ലാതെ ഉള്ള ദിവസങ്ങളും കാണും. അപ്പോൾ അതൊക്കെ കാണുമ്പം ഉത്സവ പറമ്പ് പോലെയും ആനമേഞ്ഞ സ്ഥലം പോലെയൊക്കെ തോന്നും. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ പഴയ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുകയാണ്. ഞാൻ 14 വർഷം ചെന്നൈയിൽ മാത്സ് ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ സ്കൂളിൽ. പക്ഷേ എൻ്റെ ഇളയ മോള് ജനിച്ചതിന് ശേഷമാണ് അവളെ ഒന്ന് കെയർ ചെയ്യണമല്ലോ എന്നുള്ളതിൽ. മോനാണെങ്കിൽ ഡേ കെയർ സെൻറ്ററിലൊക്കെ വിട്ടിരുന്നു, പക്ഷേ മോൾ അതുപോലെ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ ജോബ് ക്വിറ്റ് ചെയ്തതാണ്. അതൊക്കെ ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിൽ പങ്കുവയ്ക്കാം കേട്ടോ. ഇപ്പോൾ എനിക്ക് വേണ്ടി അവിടെ ധനു വെയിറ്റ് ചെയ്യാണ് ടിഫിൻ കഴിക്കാതെ. അവൻ രാവിലെ ദോശ നമുക്ക് രണ്ടും കൂടെ ചേർത്ത് അവൻ ചുട്ടു. അപ്പോൾ ഇനി അത് ഇരുന്ന് കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകും. അല്ലെങ്കിൽ മോസ്റ്റ്ലി ഞാൻ രാവിലെ രണ്ടുപേരും ആഹാരം കഴിക്കുന്നതിന് മുമ്പേ കുളിച്ചിട്ട് തന്നെയാണ് കഴിക്കണം. ഇന്നിനി മീൻ കഴുകാനുണ്ട്, അത് കാരണം അവൻ്റെ ഒപ്പം ഇരുന്ന് ടിഫിൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. എടുത്ത് വെച്ച് കഴിക്കടാന്ന് പറഞ്ഞാലും ഞാൻ വന്നിരുന്നാൽ തന്നെ അവൻ തുടങ്ങുള്ളൂ. അങ്ങനെയാണ്, നമ്മൾ വരും ആരെങ്കിലും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വെയിറ്റ് ചെയ്യും. ഞങ്ങൾ അങ്ങനെ രണ്ടുപേരും കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ആഹാരം കഴിച്ചിട്ട് പിന്നെ കിച്ചൺ ജോലിയിലേക്ക് പോയി. ഇത് ഇന്നലെ വാങ്ങിയ മീനാണ്, ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ 2 ഐറ്റം വാങ്ങിച്ചിരുന്നു, ചൂരയും പിന്നെ ഈ നെത്തോലിയും. ചൂര മാത്രമേ ഇന്നലെ വെച്ചുള്ളൂ. അപ്പോൾ ഇന്ന് ഇത് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്, എൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറട്ടെ എന്ന്. ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. പാത്രങ്ങൾ കഴുകിയിട്ട് നമുക്കിനി മീൻ കഴുകണം. മുളകും വഴുതനങ്ങയും ഈ 2 കത്തിരിക്കയും ഇവിടെ എൻ്റെ ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ്, എൻ്റെ വെജിറ്റബിൾ ഗാർഡനിൽ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ ഒന്നും പരാമരിക്കുന്നില്ല, വീഡിയോയുടെ ബാക്കിൽ പോണ കാരണം ചെടികളൊന്നും നോക്കുന്നില്ല. ഇനി കുറച്ച് നന്നായിട്ട് നോക്കണം, ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് ഓരോന്നിട്ട് കൊടുക്കാതെ തന്നെയാണ് ഇത്രയൊക്കെ തരുന്നുണ്ട്. ഓക്കെ, എനിക്ക് എൻ്റെ ഗാർഡനിങ് ഒക്കെ ഞാൻ വീഡിയോയിലിടാം കേട്ടോ. ഇന്ന് മീൻ വയ്ക്കാൻ, അതായത് നെത്തോലി മീനിന് ഇതിൽ നിന്ന് ഞാനൊരു 5 പച്ചമുളക് എടുക്കുകയാണ്. എരിവുണ്ടാവുമെന്നറിയില്ല, വലിയ എരിവില്ല. മാങ്ങ ഇട്ടാണ് നെത്തോലി മീൻ വയ്ക്കാൻ പോകണം കേട്ടോ. നല്ല സൂപ്പറായിരിക്കും പച്ചമാങ്ങ. പക്ഷെ മാങ്ങ അല്പം ഒന്ന് മധുരം വെച്ച് പോയി, എങ്കിലും കൊള്ളാം കേട്ടോ, നന്നായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാനത് കഴിക്കുകയും ചെയ്തു കേട്ടോ, നല്ല ടേസ്റ്റാണ്.
വലിയ എരിവില്ല കേട്ടോ, അതാണ് അങ്ങനെ വളമായി ഇടാം. തേങ്ങയുടെ കൂടെ ഞാൻ വെറും കറിവേപ്പിലയും ഉള്ളിയും മാത്രം തന്നെ അരച്ചു. പച്ച മീനിന് മല്ലി വേണ്ട, സോ ഇവിടെ മല്ലി ആഡ് ചെയ്യുന്നില്ല. ഇങ്ങനെ പച്ച അരച്ച് വയ്ക്കില്ലേ, പച്ച മീൻ ഞാൻ ഉദ്ദേശിച്ചത് പച്ച അരച്ച് വയ്ക്കുന്ന മീൻ. തേങ്ങ വറുക്കാതെ അരയ്ക്കുന്നതിനാണ് പച്ച മീൻ ഞാൻ ഉദ്ദേശിച്ചത്. ഇതൊരു നല്ലൊരു തിള വരട്ടെ. ഞാനൊരു കാശ്മീരി മുളക് 3 അരച്ചിട്ടുണ്ട്, ചുമ്മാ ഒരു കളർ വരാൻ വേണ്ടി. അല്ലാതെ പച്ചമുളക് 5 ആദ്യം അരച്ചു, ഇപ്പോൾ ഇതൊരു 5-6 കീറിയിട്ടിട്ടുണ്ട്, മതിയാവും. എൻ്റെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയിൽ നല്ല ചുറ്റിച്ചു കൊടുത്തു, നന്നായിട്ടന്ന് വറ്റിച്ചെടുത്തു കേട്ടോ. കാരണം ഈ നെത്തോലി മീൻ മാങ്ങയൊക്കെ ഇട്ടത് വെള്ളമായിട്ടിരുന്നാൽ അത്ര നന്നായിരിക്കില്ല, വറ്റിച്ചെടുക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ മീനായിട്ടുണ്ട്. ഇത് മോർ കുഴമ്പ്, കുറച്ച് മഞ്ഞ കുറച്ചിട്ടിട്ടുണ്ട്. ഞാൻ ഇടുന്നതിനൊക്കെ മഞ്ഞ കൂടുതലാണെന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടോ, എന്നാൽ ഇപ്പോൾ കുറച്ചു. പിന്നെ ഇത് എന്തോന്ന്, നാരങ്ങ പിക്കിളാണ്. കുറച്ച് എളുപ്പത്തിൽ ചെയ്തൊരു നാരങ്ങ പിക്കിളാണ്. അതായത് നാരങ്ങയുടെ തോടില്ലേ, എനിക്കിവിടെ ഡെയിലി നാരങ്ങ യൂസാവും. രാവിലെയും വൈകുന്നേരവും ഞാനിപ്പോൾ ലെമണൊക്കെ ഇട്ട വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ അത് കാരണം അതിൻ്റെ തോടിന് ഇതെന്താണ്, ഇത് കോവയ്ക്ക രാവിലെ മോക്ക് വെച്ചത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയായി കേട്ടോ. ഉച്ചത്തേക്ക് ഇത്ര തന്നെയാണ്. ഇതിലേ പറഞ്ഞത് ഇത് നാരങ്ങത്തോടും ഉള്ളിയും കുറച്ച് പുളിയും മാത്രം തന്നെ, ഉപ്പ്, മുളക്. ഞാൻ ഇതിൽ പിന്നെ പച്ചമുളകാണ് കൂടുതൽ ചേർത്തിട്ടുള്ളത്. കളർ ഇല്ലല്ലോ അതിൽ, പുളിയുടെ കളറാണ്. പച്ചമുളകാണ് നിറയെ ചേർത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി പിക്കിളാക്കേണ്ട തന്നെയാണ്. അങ്ങനെ ഇന്നത്തെ ജോലികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഒരുവിധം കിച്ചണിൻ്റെ പണികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.